ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വ്ളോഗ് വന്നിട്ട് നമ്മുടെ വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. 2 ദിവസത്തെ വിശേഷങ്ങൾ കുറച്ചായിട്ട് ചേർത്തിട്ടുള്ള ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കുറേയധികം വിശേഷങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. എന്തൊക്കെയാടി നീ പറയുന്നത്? അപ്പൊ എന്നാ പറഞ്ഞു? കീയോ? ആരാ വരുന്നേ? കിഞ്ചു ചേട്ടനല്ല, കുഞ്ചു ചേട്ടൻ. എന്നിട്ട് ഡോറ് തുറക്കും. എന്നിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ കസിൻ സിസ്റ്റർ തന്നെയാണ് വിദ്യ ചേച്ചി. ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് വിദ്യ ചേച്ചിയും ഗോപിച്ചേട്ടനും കുഞ്ചും. അപ്പോൾ അവർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ലഞ്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. കാരണം വന്നതിന് ശേഷം നമുക്ക് പുറത്ത് പോകാനുണ്ട്. കാത്തു എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? എൻ്റെ കുഞ്ചു വന്നു ഡോർ ഓർക്കാം. ഇപ്പൊ വരൂ. താഴെ വന്നെന്ന് വണ്ടി പാർക്ക് ചെയ്തെന്ന്. എന്തിനാ കരയുന്നേ? കുഞ്ചുനെ കാണാനോ? ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ തൊട്ട് പാത്തു നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാ പാത്തുന് ഇത്രയും സങ്കടം വരുന്നത്. അപ്പം അവർ താഴെ ഗേറ്റിങ്ങിൽ എത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോറും കറികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. കാരണം കഴിച്ചിട്ട് നമുക്ക് പുറത്ത് പോകാനായിട്ടുള്ളതുകൊണ്ട് സമയം പോകണ്ടെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് സിമ്പിൾ ലഞ്ചാണ്. ചോറ്, മോരുകറി, തോരന്, കാന്താരി അച്ചാർ, പോത്തളർത്തിയത്, പപ്പടം. ഒരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അപ്പം ചോറും കറികളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ താഴെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേനും അവൾ എന്നെക്കൊണ്ട് ഡോറൊക്കെ തുറന്നിടിയിപ്പിച്ചിട്ട് ലിഫ്റ്റ് നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവരെ കാണാനായിട്ട് ഇങ്ങനെ അത്രയ്ക്ക് അവൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ കുഞ്ചുവിനെ കണ്ടപ്പോഴത്തേക്കും നല്ല ഹാപ്പിയായി. അപ്പോൾ കുഞ്ചുവാണ് ആദ്യം കയറി വരുന്നത്. പാത്തൂസിന് ഒരു വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് കേട്ടോ കുഞ്ചു വന്നത്. പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അതിന് അവൾക്കൊരു വലിയ കിച്ചൺ സെറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം വിദ്യ ചേച്ചിയും ഗോപിച്ചേട്ടനെയും കുഞ്ചുവിനെയും കൂടാതെ വന്നത് ആതിരയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ്റെ മകളാണ്, അതായത് എൻ്റെ ആങ്ങളയുടെ മോളാണ്. അപ്പോൾ അവൾക്കിവിടെ ബാംഗ്ലൂരാണ് കേട്ടോ ജോലി കിട്ടിയിട്ട് ഏകദേശം ഒരു 10 മാസമായി. പക്ഷേ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഇപ്പോൾ അവൾക്ക് വീണ്ടും ഓഫീസിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവൾ നാട്ടിൽ നിന്ന് വന്നതാണ്. അവളെ ഞാനൊരു 4 വർഷത്തിന് ശേഷം കേട്ടോ കാണുന്നത്. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്ന കേട്ടോ. അവൾ ഒരാഴ്ചയായിരുന്നു വിദ്യ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട്. അപ്പോൾ അവളുമായിട്ട് നമ്മുടെ അടുത്തോട്ട് വന്നതായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിലും വിദ്യ ചേച്ചിയും ഗോപിച്ചേട്ടനും ഒക്കെ ആയിട്ടാണെങ്കിലും അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോയായിരുന്നല്ലോ. അപ്പോൾ കിച്ചൺ സെറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തൂനും കുഞ്ചുവിനും അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ചോറുണ്ണാനായിട്ട് അവരും ഇരുന്നു കേട്ടോ. അപ്പം വിദ്യ ചേച്ചി പാത്തൂനും കുഞ്ചുവിനും കൂടെ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഊണെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വെളിയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ വെളിയിലേക്ക് പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. PG ഞാനാണെങ്കിൽ PGക്ക് പഠിക്കുന്ന സമയത്ത് 1 മാസത്തോളം ഫീൽഡ് വർക്ക് ട്രെയിനിങ്ങിനായിട്ട് ബാംഗ്ലൂർ വന്ന് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഒരു ഹോസ്റ്റൽ തപ്പി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഹോസ്റ്റൽ നോക്കുന്നത് ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് പെയിൻ ഗസ്റ്റായിട്ട് എവിടെയെങ്കിലും നിൽക്കണം. കാരണം ഇനിയിപ്പോൾ ഓഫീസിൽ പോയി തുടങ്ങണമെങ്കിൽ അവൾക്ക് ഇവിടെ തന്നെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്റ്റൽ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ 1-2 ഇടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത് കണ്ട ആ ഒരു ഹോസ്റ്റൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ അഡ്വാൻസൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്തു. എന്നിട്ട് ചേച്ചിയും ചേട്ടനും കുഞ്ചും ആതിരയും പാത്തും കൂടെ വീട്ടിലേക്ക് പോയി. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഭയങ്കര പല്ലുവേദനയാട്ടോ. അപ്പോൾ ആ പല്ലുവേദനയ്ക്ക് നമ്മൾ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ദിനവും കൂടെ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പല്ല് എടുക്കുകയാണെങ്കിൽ എടുപ്പിക്കുക എന്ന് വിചാരിച്ചാട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു പല്ല് എടുക്കണ്ട, മരുന്ന് തന്നു വിടാം, റൂട്ട് കനാലിൽ ചെയ്യുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് അവർ മരുന്നൊക്കെ തന്നു വിട്ടു. അപ്പോൾ ഈ ഒരു പല്ലുവേദന കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് വരാനായിട്ട് കുറച്ച് ഡിലേ ആയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്.
തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ തലശ്ശേരി കഫേയിൽ കയറിയിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചായ വെച്ചിട്ട് സ്നാക്സൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ച് വന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ചേച്ചിയൊക്കെ പോകാനായിട്ട് ഇറങ്ങി. കാരണം ഡിന്നർ കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല, ചെന്നിട്ട് കുഞ്ചുവിന് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വരണം, കാരണം അവളെ ഹോസ്റ്റലിൽ വിടാനായിട്ട് വരണം. നെക്സ്റ്റ് മൺഡേ തൊട്ടൊക്കെ ഓഫീസിൽ പോയി തുടങ്ങാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ പാത്തു എന്തായാലും കരഞ്ഞ് സീനാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളും ആ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കരയുവാണെങ്കിൽ ജസ്റ്റ് വണ്ടിയിലൊന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് വരാപ്പോഴത്തേക്കും ആളൊന്ന് സെറ്റ് ആകുമല്ലോ എന്ന് ഓർത്ത്. അപ്പം വിചാരിച്ച പോലെ തന്നെ അവർ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ തന്നെ പാത്തു കരച്ചിൽ തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവളുമായിട്ട് വണ്ടിയിലൊന്ന് പോയി ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നപ്പോഴാണ് ആളൊന്ന് ഓക്കെ ആയത്. ഈ പാത്തുവിനാണെങ്കിലേ അവൾക്ക് വീട്ടിലെല്ലാവരും വരുന്ന ഇഷ്ടമാണ്, പക്ഷെ പോകരുത്, അതേ ഉള്ളൂ അവൾക്ക് ഒരൊറ്റ നിർബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ അവർ പോയി. പിറ്റേ ദിവസത്തെയാണ് ഇനിയിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിയൊക്കെ വന്നപ്പം നമുക്ക് കപ്പ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. നല്ല കേരള സ്റ്റോറിയിൽ നിന്ന് അവർക്ക് നല്ല കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കപ്പ കൊണ്ടു തന്നപ്പോൾ നമ്മൾ മീനും കൂടെ വാങ്ങിച്ചിട്ട് കപ്പയും മീനും വെക്കാമല്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം വൈകുന്നേരം അങ്ങനെ മീൻ കറി വെക്കാൻ പോവാണ്. മീൻ കറി വെക്കുന്ന റെസിപ്പി ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം മീൻ കറി വെക്കാനായിട്ട് മൺചട്ടിയിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ട് വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരിക. അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഫ്രൈ ആയിട്ട് പോരുത് കേട്ടോ, എണ്ണയ്ക്കകത്തോട്ട് ഇത് തന്നെ ഇടുമ്പോൾ പെട്ടെന്ന് അതങ്ങ് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ അതങ്ങനെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കുടംപുളിയിലെ ആ പുളി മൊത്തം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അങ്ങനെ ഈ വെള്ളം ഇരുന്ന് കുറച്ചൊന്ന് തിളച്ച് വറ്റി വന്നിട്ട് ആ വെള്ളം ഒഴിച്ചാണ് നമ്മളിന്ന് മീൻകറി വെക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കുടംപുളി ഡയറക്റ്റായിട്ട് മീൻകറിയിലേക്ക് ഇട്ടിട്ടല്ലേ വെക്കുന്നത്, ഇത് പുളി വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈടായിട്ട് മറവി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം, കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ഇത്രയും തന്നെ ചേർക്കണം കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണും ഞാൻ നോർമലായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റാം. അങ്ങനെ പൊടികളുടെ പച്ചമണം മാറി വന്നു കഴിയുമ്പോൾ നമ്മുടെ പുളിവെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇല്ലാതെ കുറേ സമയം ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ പുളിവെള്ളം ബാക്കി കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം മാത്രമേ ബാക്കി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം ബാക്കി പുളിവെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഈ മീൻകറിക്ക് കുറച്ച് വെള്ളം മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 1/2 കിലോ ഒലാ മീൻ എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മീനിനുള്ള അളവാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലൊരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷമാണ് നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് പോകണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഈ മീൻ ഒരുപാട് സമയമൊന്നും വേവില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻകറി റെഡിയായി കിട്ടും. അപ്പം മീൻകറി അവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ കപ്പ വേവിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കപ്പപ്പുഴുക്ക് കോട്ടയം രീതിയിൽ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ചാനൽ തുടങ്ങി ആദ്യ കാലങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതൊരുപാട് പേര് കണ്ടിട്ടും ട്രൈ ചെയ്തിട്ടും നല്ല ഫീഡ്ബാക്കും തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പപ്പുഴുക്കാണ്. അപ്പോൾ കപ്പയെല്ലാം പൊളിച്ചതിന് ശേഷം വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് കൊത്തി നുറുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മീൻകറിയുടെ കാര്യം മറന്നു പോകരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ സൈഡിൽ നിന്ന്. അല്ലെങ്കിൽ മീൻചട്ടി നിങ്ങളൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. ബാക്കിയൊക്കെ മീനാണെങ്കിൽ ചിലപ്പോൾ
ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ മീൻ കറി അവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് മീഡിയം ഫ്ലെയിമിൽ റെഡിയായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ കപ്പ കൊത്തി ഞുറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് തോന്നുന്നു പറയുന്നത്. വേവിക്കുക എന്ന് പറയും, പുഴുങ്ങുക എന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമ്മുടെ അവിടെ കപ്പ പുഴുങ്ങുക എന്നാട്ടോ പറയുന്നത്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ കപ്പ പുഴുങ്ങുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരൊറ്റ വിസിൽ മതിയാവും നല്ലപോലെ വേവുന്ന കപ്പയാണെങ്കിൽ. അങ്ങനെ കുക്കറിൽ കപ്പ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റണം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് 1-2 കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഫ്ലെയിം. എന്നിട്ട് നമ്മൾ എടുക്കാറാകുമ്പോഴത്തേക്കും മീൻ കറി നല്ല സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്കും റെഡി ആയിട്ടുണ്ട്. അരപ്പൊക്കെ നല്ലപോലെ ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഇത് നല്ലപോലെ മൂടി വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ തുറന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്താൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്കും അതുപോലെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുറേയധികം സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഒരുപാട് ചാറൊന്നുമില്ല. അന്ന് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കപ്പയും മീൻ കറിയും കൂടെ കഴിക്കാനായിട്ട് പോവാണ്. ഇത് കണ്ടു കഴിയുമ്പം കഴിക്കാൻ തോന്നാത്ത മലയാളികൾ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ കപ്പയും മീൻ കറി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു കപ്പയും മീൻ കറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.